ഞാനിപ്പോൾ പട്ടായ ബീച്ചിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന പട്ടായ ബീച്ച് റോഡിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ പട്ടായ ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നിവിടെ പല പല റെയ്ഡുകൾ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ റെയ്ഡുകളിലെല്ലാം പങ്കുചേരാവുന്നതാണ്. പ്രധാനമായും പാരച്യൂട്ട് റെയ്ഡാണ്. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ സീ, കടലിൻ്റെ അടിയിലേക്ക് നമ്മൾ മാസ്ക് എല്ലാം വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ സ്പീഡ് ബോട്ട്. അപ്പോൾ ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ കിടന്നപ്പോൾ വളരെ വൈകിയാണ് കിടന്നത്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലും എല്ലാം പോയി കാഴ്ചകൾ കണ്ട് വന്നതിന് ശേഷം ഒരു 2-3 മണിയായി ഞാൻ കിടക്കുമ്പോൾ. അതിനുശേഷം ഞാൻ ഇന്ത്യൻ സമയമാണ് നോക്കി കിടന്നുറങ്ങിയത്. രാവിലെ 6 മണിക്ക് എണീറ്റപ്പോഴും ഇന്ത്യൻ സമയമാണ് ഞാൻ നോക്കിയത്. പക്ഷേ നമ്മുടെ നാട്ടിലേക്കാളും ഏകദേശം 1.5 മണിക്കൂർ കൂടുതലാണ് ഇവിടെ ഈ തായ്ലൻഡിൽ മുൻപോട്ടാണ് സമയം പോകുന്നത്. അപ്പോൾ 7 മണിക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതാണ്. ഞാൻ എണീറ്റ് റെഡിയാകുമ്പോൾ തന്നെ 7:30 എനിക്ക് വേണ്ടി വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എനിക്ക് പോകേണ്ട ബസ് അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്നെ ഹോട്ടലിൻ്റെ ആ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിന്ന് എൻ്റെ റൂമിൽ ബെല്ലടിച്ച്, ലാൻഡ് ഫോണിൽ ബെല്ലടിച്ചാണ് എന്നെ വിളിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ എനിക്കിന്ന് രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നഷ്ടമായതിനാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ലഞ്ചിലാണ് എൻ്റെ പ്രതീക്ഷ. നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവുമുണ്ട്. അപ്പോൾ ഈ കടലിലാണ് ഈ റെയ്ഡുകളെല്ലാം നടക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ കരയിൽ നിന്നും ഏറെക്കുറെ ഒരു 2-3 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ദ്വീപ്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ വെള്ളത്തിൻ്റെ നടുവിൽ സ്ഥാപിച്ചിട്ടുള്ളതുപോലെയുള്ള തട്ടടിച്ചുള്ള ദ്വീപുകൾ. അവിടെ താരതമ്യേന സമുദ്രത്തിൻ്റെ ആഴം വളരെ കുറവാണ്. ചെറു ദ്വീപുകളാണ് ഇതിൻ്റെ അടിയിലെല്ലാം ഉള്ളത്. ചില സമയങ്ങളിൽ അത് ദൃശ്യമാവുകയും ചെയ്യും. ഇപ്പോൾ വേലിയേറ്റമുള്ളതിനാൽ അത് ദൃശ്യമാകുന്നില്ല. അങ്ങനെയുള്ള ദ്വീപുകൾക്ക് മുകളിലാണ് ഈ തൂണുകൾ സ്ഥാപിച്ചുകൊണ്ട് അടിച്ചിരിക്കുന്നത്, പ്ലാറ്റ്ഫോം അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പട്ടായ ബീച്ചിൻ്റെ സൈഡിൽ നിന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, നമ്മുടെ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇത് കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. സ്വല്പമല്ലാത്ത ഭയത്തോടു കൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറുന്നത്. പക്ഷേ ഇത് ആടുകയോ പുളയുകയോ ഒന്നുമില്ല. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തന്നെ വളരെ മികച്ച നിർമ്മാണ പ്രവൃത്തിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റേത്. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കടലിലൂടെ ഏറെക്കുറെ 3 കിലോമീറ്ററോളം സഞ്ചരിച്ചുവെങ്കിൽ മാത്രമാണ് ഈ പാരച്യൂട്ട് റൈഡിൻ്റെ ആ ദ്വീപിലെത്താൻ സാധിക്കത്തുള്ളൂ. അവിടെ ഒരു യുദ്ധക്കപ്പലിന് സമാനമായ രീതിയിൽ പാരച്യൂട്ടുകൾക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നതിനും റൈഡേഴ്സിനും വിസിറ്റേഴ്സിനും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതിൻ്റെ ഇൻസ്ട്രക്ടർമാർക്കും അതിൻ്റെ ഗൈഡിനുമെല്ലാം വിശ്രമിക്കുന്നതിനുള്ള സ്ഥലവും, സത്യം പറഞ്ഞാലൊരു യുദ്ധ കപ്പലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ വിമാനം ലാൻഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം എന്നതുപോലെയൊക്കെ തന്നെയാണ് അവിടെ പാരച്യൂട്ട് ലാൻഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത്. തിരമാലടിക്കുന്നതിനനുസരിച്ച് ഇത് കുലുങ്ങുന്നുണ്ട്. ഇവിടെയും മദ്യവും അതുപോലെ തന്നെ സ്നാക്സുകളും ഈ റൈഡിനാവശ്യമായ വസ്ത്രവും നിക്കറും ബനിയനും അണ്ടർവെയറുകളും സോക്സും തൊപ്പിയും ഇതെല്ലാം ഈ കടലിൻ്റെ നടുക്കും ലഭ്യമാണ്. ഏറ്റവും വില കൂടിയ മദ്യം പോലും ഇവിടെയുണ്ട്. അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഇത്ര പരസ്യമായി മദ്യം വിൽക്കാൻ വേണ്ടി ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. സദാചാരമാണ് അവിടെയെല്ലാം. ഇവിടെ എവിടെയും മദ്യമാണ്. അതും നല്ല ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള, യാതൊരു കുത്തലോ അങ്ങനൊരു അരുചിയുമില്ലാത്ത തരത്തിലുള്ള മദ്യം ഇവിടെ എല്ലായിടത്തും സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ റൈഡിൻ്റെ എല്ലാം ഇൻസ്ട്രക്ടർമാർ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യനെ കെണിവെച്ച് പിടിക്കേണ്ടതെന്നാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിൽ എൻ്റെ അനുഭവത്തിൽ ഈ പാരച്യൂട്ട് റൈഡ് മാത്രമാണ് കുറച്ചെങ്കിലും നല്ല ഒരു അനുഭവമായി തോന്നിയിട്ടുള്ളത്. കടലിൻ്റെ മുകളിലൂടെ കടൽ കാറ്റിനനുസരിച്ച് ബോട്ടിൻ്റെ സ്പീഡിൽ നമ്മുടെ പാരച്യൂട്ട് ഉയർന്നു പൊങ്ങുമ്പോൾ നമ്മളതിൽ തൂങ്ങിക്കിടന്ന് നല്ലൊരു അനുഭവമാണ് ഇങ്ങനെയെല്ലാം പോകുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഊഞ്ഞാലാടുന്ന ഒരു അനുഭവം പോലെയൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് ഈ റൈഡിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു വിഷയമുണ്ട്. 1 കിൻഡലിൽ മുകളിൽ വെയിറ്റുള്ള തൂക്കമുള്ള ആൾക്കാർക്ക് ഈ പാരച്യൂട്ടിൽ കയറുവാൻ സാധിക്കുകയില്ല. കാരണം കാറ്റിൻ്റെ ശക്തി കുറവാണെങ്കിൽ കടലിൽ വീഴുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ഉയർന്നു പോകുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, ഒരു 80 കിലോ വരെയുള്ള ആൾക്കാരാണ് ഇവർ കൂടുതലായി
പ്രൊമോട്ട് ചെയ്യുന്നത് 80 കിലോയ്ക്ക് മുകളിലുള്ള ആൾക്കാർക്ക് 100 കിലോ വരെ കാറ്റ് ശക്തമായി ഉണ്ട് എങ്കിൽ മാത്രം ഇവർ ഈ റൈഡിൽ പങ്കെടുക്കാൻ അനുവദിക്കും. അല്ലെങ്കിൽ എന്നെ പോലെ വിഷണ്ണനായി മാറിയിരിക്കേണ്ട ഒരു ഗതികേടും വരും. എനിക്ക് ഈ റൈഡിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം തൂക്കത്തിൻ്റെ പ്രശ്നം തന്നെ. ഞാൻ എബോവ് 100 kg ആയതുകൊണ്ട് എനിക്ക് ഇതിൽ കയറുവാൻ സാധിച്ചില്ല എന്നത് ഒരു വലിയൊരു സങ്കടമാണ്. പക്ഷേ ഈ റൈഡിൽ കയറിയ ആൾക്കാരെല്ലാം, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ പാരച്യൂട്ട് റൈഡിനെ പറ്റി മാത്രം വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. ഇവരിപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാക്കേജുകളെ കുറിച്ചാണ്. ഈ റൈഡുകളുടെ എല്ലാം പാക്കേജുകൾ 4 റൈഡുകൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയ പൈസ ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട്. പിന്നെ അതിന് ആനുപാതികമായി ഓരോരോ റൈഡുകൾക്കും പൈസ കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധ കപ്പലിൻ്റെ ഉപരിതലം പോലെയുള്ള ഒരു പ്രദേശത്താണ് ഈ ലാൻഡ് ചെയ്യുന്നതും പറന്നുയരുന്നതും. സാങ്കേതിക കാരണങ്ങളാൽ പാരച്യൂട്ട് റൈഡിൽ പങ്കെടുക്കുവാൻ സാധിക്കാതിരുന്ന ഞാൻ ഒരു കുലുക്കി സർബത്ത് കുടിച്ച് ആ വിഷമം മാറ്റുവാൻ തീരുമാനിച്ചു. നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്ലേവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഐസും വെള്ളവുമെല്ലാം ഇട്ട് സോഡയെല്ലാം ഒഴിച്ച് അത് കുലുക്കി സർബത്തായി നമുക്ക് തരും. അങ്ങനെ കുലുക്കി സർബത്ത് കുടിച്ചുകൊണ്ട് ആ കടലിലൂടെയുള്ള സ്പീഡ് ബോട്ടിൻ്റെ യാത്രയും ഇതെല്ലാം കണ്ട് എൻ്റെ സമയം ചിലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങ് ദൂരെ കാണുന്നത് പട്ടായ സിറ്റിയാണ്. ഇതെല്ലാം അതിൻ്റെ ഉള്ളിലൂടെ പറക്കുന്ന, ഈ കടലിലൂടെ പറക്കുന്ന പാരച്യൂട്ടുകളാണ്. ഇങ്ങനെ ബോട്ടിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന പാരച്യൂട്ടുകൾ. ഇതിങ്ങനെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരും. പ്രത്യേകതരം ഫ്ലേവർ കൊണ്ട് തയ്യാർ ചെയ്ത കുലുക്കി സർബത്തുകളാണ് അവിടെ വിൽപ്പന നടത്തുന്നത്. ആ ഫ്ലേവറിൻ്റെ രുചി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടതിനാൽ ഒരു ഗ്ലാസ് കുലുക്കി സർബത്ത് കൂടി മേടിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കുലുക്കി സർബത്തെല്ലാം കുടിച്ച് വീണ്ടും കടലിലെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നിൽക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പോകേണ്ടത് അണ്ടർ വാട്ടർ സീയിലേക്കാണ്. കടലിൻ്റെ അടിയിൽ ഓക്സിജൻ ഹെൽമെറ്റെല്ലാം കൊടുത്ത് ആൾക്കാരെ താഴേക്കിറക്കി കടലിൻ്റെ അടിയിലെ ചില കാഴ്ചകൾ കാണിക്കുന്നു. അതാണ് ഇനിയിപ്പോൾ അടുത്തതായി നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത്. അത് കാണുന്നതിന് വേണ്ടി മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെ നിന്നും വീണ്ടും ഒരു 4 കിലോമീറ്റർ അധികം ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് നേരത്തെ തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു ദ്വീപിന് മുകളിൽ തൂണ് നാട്ടി സ്ഥാപിച്ചിരിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അണ്ടർസീ വാക്ക് നടത്തുന്ന ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ബോട്ടിൽ. ഈ പോകുന്നത് കബഡി മത്സരത്തിന് പോകുന്നവരല്ല, അണ്ടർസീ വാക്കിനായി തയ്യാറായി പോകുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ റൈഡുകൾ പലതും നടത്തുന്നതും ഇവിടെ സന്ദർശനത്തിന് എത്തുന്നതും ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. ഈ റൈഡുകളുടെ എല്ലാം ഉടമസ്ഥ അവകാശവും ഇതിൻ്റെ സൂപ്പർവിഷനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യൻസാണ്. കൂടുതലായും ഒറീസയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഇതിൻ്റെ എല്ലാം മേൽനോട്ട ഉത്തരവാദിത്വത്തിൽ നിയമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് അണ്ടർ വാട്ടർ സീ നടത്തുന്നത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് പയ്യെ കോവണി വഴി ഇറക്കി അതിനുശേഷം കടലിൻ്റെ അടിയിലേക്ക് ഏകദേശം ഒരു 3-4 ആൾ താഴ്ചയോളം ഉള്ള ഒരു ആഴത്തിലാണ് ഈ അണ്ടർ വാട്ടർ സീ എന്ന് പറയുന്ന ഈ റൈഡിലെത്തുന്ന സന്ദർശകരെ താഴോട്ട് കൊണ്ടുപോകുന്നത്. കടലിൻ്റെ അടിയിലുള്ള സസ്യങ്ങളും കടലിൻ്റെ അടിയിലുള്ള മത്സ്യത്തെ, ചെറിയ മത്സ്യം തുടങ്ങി വലിയ മത്സ്യങ്ങൾ വരെ ചില സമയത്ത് കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഈ റൈഡിന് ഇറങ്ങിയില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ പുഴയിലും തോട്ടിലും എല്ലാം ഒരുപാട് ആഴത്തിൽ 5-6 ആൾ താഴ്ചയുള്ള കയത്തിലെല്ലാം ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയടിയിൽ ഉടങ്ങുമ്പോൾ അത് എടുക്കുന്നതിന് വേണ്ടി മുങ്ങി ഇതിലും ആഴത്തിൽ ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ലാണ്ട് പോയൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രത്തോളം ഇതിനകത്ത് ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല.
അടുത്ത കാലം വരെ മഴക്കാലത്ത് തേങ്ങയെല്ലാം ഒഴുകി വരുമ്പോൾ പുഴയിൽ ചാടി നീർക്കാങ്കുഴി ഇടുകയും എല്ലാ വിനോദങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് വലിയ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം, ഈ റൈഡിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ആണ് ഞാൻ കൂടുതലായി താല്പര്യം കാണിച്ചത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഈ റൈഡ് മാത്രം തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർ അഭിപ്രായപ്പെട്ടു. പക്ഷെ മറ്റു ചിലർക്ക് രസകരമായി തോന്നി. കാരണം ഇത് മുകളിൽ നിന്ന് ട്യൂബ് വഴി ഓക്സിജൻ താഴേക്ക് എത്തിച്ച് കഴുത്തിൽ ഒരു ലോക്ക് ചെയ്തൊരു ഹെൽമെറ്റ് വെച്ച് അതിനുള്ളിലേക്ക് ഓക്സിജൻ കൊടുത്താണ് താഴേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു ഗൈഡ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവർ നമ്മുടെ കൈ പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോയി ഈ കടലിൻ്റെ അടിയിലൂടെ ഒരു 15 മിനിറ്റോളം സമയം നമുക്ക് കടലിനടിയിൽ ചിലവഴിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഹെൽമെറ്റാണ് തലയിൽ വയ്ക്കുന്നത്. ഈ ഹെൽമെറ്റിലേക്ക് ആ പിന്നിൽ കാണുന്ന വെള്ള പൈപ്പ് ലൈനാണ് കിടക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറുകളിൽ നിന്നും ഈ ഹെൽമെറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന പൈപ്പാണത്. അത് ഈ ഹെൽമെറ്റിൻ്റെ ഒരു മൗത്തിൽ കണക്ഷൻ കൊടുത്ത് അത് വെള്ളത്തിൽ മുങ്ങുന്നവൻ്റെ തലയിലേക്ക് വെച്ച് കഴുത്തിൽ ലോക്ക് ചെയ്യും. എയർ ടൈറ്റ് ആക്കും. എയർ ടൈറ്റ് ആക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്, വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ വെച്ച ഒരു ഗൈഡും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇതാണ് ഈ അണ്ടർ സീ വാട്ടറിലെ കാഴ്ചകൾ. അപ്പോൾ ഈ പട്ടായ ബീച്ചിലെ പ്രധാനപ്പെട്ട 2 കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പാരച്യൂട്ട് റൈഡും അണ്ടർ വാട്ടർ സീയും.